സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കുടിപ്പള്ളിക്കൂടം എന്ന പേരിൽ ഞാനൊരു ലഘു പ്രഭാഷണ പരമ്പര ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടിപ്പോൾ കുടിപ്പള്ളിക്കൂടങ്ങൾ എന്നൊരു ചോദ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുൻകൂർ തന്നെ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ സംശയം ശരിയാണ്. ഇപ്പോൾ കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന വാക്ക് തന്നെ വളരെ അപൂർവമായി മാത്രമേ സമൂഹമധ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അതിൻ്റെ വ്യക്തമായ ഉത്തരവൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിക്ഷണറിയൊക്കെ പരിശോധിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ശബ്ദധാരാവലി ഒക്കെ നമ്മൾക്ക് അന്വേഷിക്കേണ്ടി വരും. അപ്പം അതിനുത്തരമായിട്ട് പറയുവാനുള്ളത് ചില വാക്കുകൾ അങ്ങനെയാണ്. ചില വാക്കുകൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കിടക്കേണ്ടതാണെങ്കിലും അവയുടെ അർത്ഥങ്ങളും അതിൻ്റെ വിശദമായിട്ടുള്ള പശ്ചാത്തലങ്ങളുമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശബ്ദധാരാവലിയും ഡിക്ഷണറിയും ഒക്കെ പരിശോധിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു കാലത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന വാക്ക്, സത്യം എന്ന മറ്റൊരു വാക്ക്, ധർമ്മം എന്ന വേറൊരു വാക്ക്, ഇതിൻ്റെയൊക്കെ ശരിയായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്കിപ്പോഴും മനസ്സിലാവണമെങ്കിലും കിട്ടണമെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഡിക്ഷണറിയും ശബ്ദധാരാവലിയുമൊക്കെ പരതേണ്ടി വരും. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ കുടിപ്പള്ളിക്കൂടം എന്ന വാക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രസക്തി എന്ത് എന്ന ചോദ്യത്തിനും ഞാൻ വല്ലാതെയൊന്നും കുറ്റം പറയുകയില്ല. ഇന്നിപ്പോൾ കുടിപ്പള്ളിക്കൂടങ്ങൾ ഒരു പ്രസക്തമായ വാക്കേ അല്ല. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ ആരും പള്ളിക്കൂടങ്ങളെ അല്ലെങ്കിൽ സ്കൂളുകളെ കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന് പ്രയോഗിക്കാറില്ല. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചെറിയ കാര്യം, ഇപ്പോൾ ആധുനിക തലമുറയ്ക്ക് അപരിചിതമായ ഒരു വാക്കായി അത് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ തീർച്ചയായിട്ടും ഒരു 70 വയസ്സ് പ്രായമുള്ള കാരണവന്മാരോ രക്ഷിതാക്കളോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവും. എല്ലാ വീടുകളിലും ന്യൂജൻ, അണുകുടുംബം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവിടങ്ങളിലുമൊക്കെയും ഒരു അച്ഛനും ഒരു അമ്മയും ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശിയും സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആ മുത്തശ്ശനും മുത്തശ്ശിയും, അല്ലാതെ പ്രായമൊന്നും ആവേണ്ടതില്ല മുത്തശ്ശനും മുത്തശ്ശിയും ആകുവാൻ ഇക്കാലത്ത് പ്രത്യേകിച്ചും, ഒരു 70 വയസ്സ് കഴിഞ്ഞ് സാധാരണ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അവിടെയുള്ള 15 വയസ്സായുള്ള ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ LPയിലോ UPയിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് കുടിപ്പള്ളിക്കൂടം എന്ന വാക്കിൻ്റെ അർത്ഥമെന്നോ എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ പ്രയോഗം നടത്തുന്നത് എന്നോ മനസ്സിലായില്ലെങ്കിലും എനിക്കുറപ്പുണ്ട് അവരുടെ വീടുകളിലുള്ള ആ കാരണവന്മാരോട് ചോദിച്ചാൽ വ്യക്തമായിട്ടും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് കുടിപ്പള്ളിക്കൂടം എന്ന്, എന്താണ് എഴുത്താശാന്മാരെന്ന്. കുടിപ്പള്ളിക്കൂടം എന്നൊരു വാക്കിനോട് ഒപ്പം ചേർന്ന് പോകുന്ന മറ്റൊരു പദമാണ് എഴുത്താശാന്മാർ. അതായത് കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്നാണ് ഞാൻ ഈ
അത് കുറച്ച് നീണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനതിനെ കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന അവസ്ഥയിലേക്ക് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കാരണവന്മാരോട് ചോദിച്ചാൽ അവർ പറയും എന്താണ് കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നത് ഈ കുടിപ്പള്ളിക്കൂടങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഈ കാരണവന്മാർ അവിടങ്ങളിൽ പോയി അഭ്യസിച്ചിട്ടുണ്ട് എന്നർത്ഥത്തിലല്ല. എന്നാൽ അവരുടെയും അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്ന കാലം തീർച്ചയായിട്ടും അവർക്ക് ഓർമ്മയുണ്ടാവാതിരിക്കുകയില്ലല്ലോ. മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ അച്ഛനെയും അവൻ്റെ അമ്മയെയും ഒക്കെ ഓർമ്മിക്കുമല്ലോ. അക്കാര്യത്തിൽ അവരെ അപരിചിതരാകുവാനുള്ള സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പം അൽബേർ കാമൂസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, നോവലിസ്റ്റ്, ഔട്ട്സൈഡർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടല്ലോ, ഒരു നോവൽ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ ഈ പറഞ്ഞതുപോലെ മനുഷ്യബന്ധങ്ങളുടെ അപരിചിതത്വം, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പിറകെ ഉള്ളിലുള്ള യഥാർത്ഥമായ സത്യാവസ്ഥ, ഇതൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. എങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും, ഗ്രാമീണ കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും ജീവിച്ചിരിക്കുന്ന യുവാക്കളൊക്കെയും അവരുടെ പിതാമഹന്മാരെ പറ്റി ചിന്തിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അണുകുടുംബം എത്ര ചെറുതാണെങ്കിലും അവിടെയുമൊക്കെ ഉണ്ടല്ലോ ഈ കാരണവന്മാരായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരിക്കല്. അപ്പം അവർ ചോദിച്ചാൽ അവർ പറയും അറിയാം. കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ ഈ കേരള ഗ്രാമങ്ങളെ ശരിക്കും അക്ഷരാഭ്യാസം കൊണ്ട് ബോധ്യമാക്കിയ സ്കൂൾ വിദ്യാഭ്യാസമായിരുന്നു അതെന്ന്. അതായത് നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്നൊരവസ്ഥയായിരുന്നില്ല വിദ്യാഭ്യാസ മേഖല. ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയായിരുന്നു സാധാരണ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. ആരാണ് ഈ പാവപ്പെട്ട സാധാരണ മനുഷ്യർ? അതിപ്പോൾ കാണുന്ന സാധാരണ മനുഷ്യരും 500 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സാധാരണ മനുഷ്യരും തമ്മിൽ നല്ലതുപോലെ ഒരു വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ ഏത് കുട്ടിക്കും, ഏത് ജാതിയിൽപ്പെട്ട കുട്ടി എന്നൊന്നും ആരും ചോദിക്കാറില്ലല്ലോ. ഏത് മതത്തിൽപ്പെട്ട കുട്ടി എന്ന് പോലും ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം മനുഷ്യൻ വ്യത്യസ്തമായിട്ടുള്ള ജീവിത പന്താവുകൾ തരണം ചെയ്ത് മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സത്യാവസ്ഥകളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും അറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണല്ലോ. നേരെ മറിച്ച് 500 വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ കുട്ടി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന സാധാരണ കുട്ടിയിൽ നിന്ന് വളരെ ഭിന്നമാണ്. അന്നത്തെ സാധാരണ കുട്ടി, പാവം എന്നൊക്കെ പറയുന്നത് ജാതീയമായാണ് കണക്കാക്കിയിരുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പാവപ്പെട്ടവൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. ചാതുർവർണ്ണ്യം അതിൻ്റെ പരമാവധി കാഠിന്യത്തിൽ വർദ്ധിച്ചിരുന്ന കാലമായിരുന്നു 500 വർഷങ്ങൾക്ക് മുമ്പ് കേരള ഗ്രാമങ്ങളിൽ. കേരള ഗ്രാമങ്ങളിൽ എന്നല്ല, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മുഴുവനും ആ ചാതുർവർണ്ണ്യത്തിൻ്റെ താണ്ഡവമുണ്ടല്ലോ. അതിനടിയിൽപ്പെട്ട് സർവ്വസ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് പാവപ്പെട്ടവരായുള്ള മനുഷ്യർ മുഴുവനും. ഉന്നത കുലജാതർ, ജാതിയിൽ ഉന്നത കുലജാതർ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഉന്നത കുലജാതരായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമായിരുന്നു അന്ന് വിദ്യാഭ്യസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നത്, സ്വാതന്ത്ര്യമുണ്ടായിരുന്നത്. ഒരു അധകൃതനായി ജനിച്ചൊരു കുട്ടി, ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി, അവനെ ഒന്ന് സ്കൂളിൽ പറഞ്ഞേക്കുകയല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ. അവന് 4 or 5 വയസ്സായി കഴിഞ്ഞാൽ അവനെ നേരെ പാടത്തേക്കും പറമ്പിലേക്കും പണിയെടുക്കുവാൻ വിടുകയാണല്ലോ. ദൈനംദിന കൂലിവേല പോലെയുള്ള പണിയാണ് അവന് കിട്ടുന്നത്.
അവൻ അക്ഷരം വേണ്ട, അറിവ് വേണ്ട, വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സംഗതി വേണ്ട. ഉന്നത കുലജാതരായിട്ടുള്ള ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള ചാതുർവർണ്ണത്തിൽ വിരാജിക്കുന്ന അവർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. എല്ലാം ഒരുതരം അന്ധവിശ്വാസത്തിൽ പൊതിഞ്ഞാണ് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവർ കൊടുത്തത്. ഈ ഒരവസ്ഥയിൽ നിന്ന് ചെറുബാല്യങ്ങളെ രക്ഷിച്ചെടുത്തത് ഗ്രാമങ്ങളിലെ കുടികൾക്ക് മുമ്പിൽ ചെറിയ തോതിലുള്ള പള്ളിക്കൂടങ്ങൾ വച്ചുകെട്ടി അവർക്ക് അക്ഷരവും അറിവും ഒക്കെ കൊടുത്ത ഉൽപ്പതിഷ്ണുക്കളായ കുറച്ച് യുവാക്കളായിരുന്നു. അവരൊക്കെ അവരുടെ വീടുകളുടെ മുമ്പിൽ, വീട് എന്ന് പറയാൻ പാടില്ല അന്നൊക്കെ ഈ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, OBC വിഭാഗത്തിൽപ്പെട്ടവരുടെയൊക്കെ വീടല്ല, കുടി എന്നേ പറയാൻ പാടുള്ളൂ. ആ ഉച്ചനീചത്വം എത്രമാത്രം നമ്മുടെ സമൂഹങ്ങളെ വികൃതമാക്കിയിരുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ആ വാക്കനെ പ്രയോഗിച്ചത്. കുടി. ആ കുടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ വിദ്യാഭ്യസിപ്പിച്ചു. അതാണ് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ 500 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ടുള്ളവർക്ക്, നമ്മുടെയൊക്കെ കാരണവന്മാർക്ക് ഒരു കാരണവശാലും അക്ഷരം കിട്ടുമായിരുന്നില്ല, അറിവ് കിട്ടുമായിരുന്നില്ല, ഗണിതാക്ഷരത്തെ പറ്റിയുള്ള ബോധമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ അവരുടെ അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ് ആ നിരക്ഷരത ഇല്ലാതായത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം 500 വർഷങ്ങൾക്ക് മുമ്പ് കേരള ഗ്രാമങ്ങളിലെ കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി വിദ്യാഭ്യസിപ്പിച്ച പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അധ്യാപകന്മാരാണ് അതിന് ഉത്തരവാദികൾ. ആ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരാണ് ജനകീയ വിദ്യാഭ്യാസത്തിന് വിത്തുപാകിയത്. അതുകൊണ്ടാണ് ഇന്ന് കേരളം നമ്മളിന്ന് കാണുന്നത് പോലെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ല, കാണിക്കാൻ പറ്റുകയില്ല. അതിനൊക്കെ നിയമപരമായിട്ടുള്ള വിലക്കുകൾ തന്നെയുണ്ട്. എന്നാൽ അക്കാലത്ത് ചാതുർവർണ്ണത്തിൻ്റെ കാലത്ത്, ഫ്യൂഡൽ പ്രഭുത്വത്തിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള ഒരു നിയമത്തിന് യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദിവാസ്വപ്നം മാത്രമായിരുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നതും മറ്റൊരു ദിവാസ്വപ്നമായിരുന്നു. ഗണിത അറിവ് ആർക്ക്, എന്തിന്? പാടത്ത് കലപ്പയേന്തി പണിയെടുക്കുന്ന മനുഷ്യക്കുട്ടികൾക്ക് എന്തിനാണ് ഗണിതം? എന്ത് കണക്കാണ് അവന് ചെയ്യുവാനുള്ളത്? എന്ത് വാനശാസ്ത്രമാണ് അവന് മനസ്സിലാക്കാനുള്ളത്? അവനതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവൻ തൻ്റെ ഫ്യൂഡൽ പ്രഭു പറയുന്നത് പോലെ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ മുഖം വച്ചടിക്കും, കൈക്കാലുകൾ കൂട്ടിയിട്ടടിക്കും. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരുന്നു നിലനിന്നിരുന്നത് 500 വർഷങ്ങൾക്ക് മുൻപ്. ആ അവസ്ഥയിലാണ് സാധാരണ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുവാനും ഗണിതാക്ഷരം കൊടുക്കുവാനുമൊക്കെ കുടിപ്പള്ളിക്കൂടങ്ങളിൽ ഉൽപ്പതിഷ്ണുക്കളായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ പരിശ്രമിച്ചത്. അവരുടെ അക്ഷീണമായ പരിശ്രമം കൊണ്ടാണ്
അവരുടെ ആ അർപ്പണബോധം കൊണ്ടാണ്, സാഹോദര്യത്തിൽ. അതാണ്, ജാതിയില്ലാത്ത സാഹോദര്യത്തിലാണ് അവർ വിശ്വസിച്ചത്. അത്തരത്തിലുള്ള ഒരു അതിർത്തിയില്ലാത്ത സാഹോദര്യത്തിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ഈ ജനകീയ വിദ്യാഭ്യാസത്തിന് അവരുടെ സർവസ്വവും പണയം വെച്ചുകൊണ്ട് തന്നെ അടരാടിയത്. അതൊരു അടരാട്ടമായിരുന്നു, ഒരു അടരാട്ടം തന്നെയായിരുന്നു. ഇറാഡിക്കേഷൻ ഓഫ് എന്താ, ഇഗ്നറൻസ്. അതാണ് അജ്ഞതയെ തുടച്ചു നീക്കുക. അതിന് അഭ്യാസം മാത്രമേ വഴിയുള്ളൂ. അജ്ഞത എവിടെയുണ്ടോ അതിനെ തുടച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസം ഉണ്ടാവണം. അക്ഷരാഭ്യാസമല്ലാതെ മറ്റൊരു മരുന്നുമില്ല അതിന്. അവ കേരള സമൂഹത്തിൽ നിറഞ്ഞു കിടന്നിരുന്ന ഈ അറിവില്ലായ്മയുടെ കറുത്ത പ്രതലത്തെ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്തത് ഇത്തരത്തിലുള്ള കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി എഴുത്താശാന്മാരായ അധ്യാപകന്മാരാണ്. ഈ കുടിപ്പള്ളിക്കൂടങ്ങളെ പറ്റിയും ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരെ പറ്റിയുമാണ് നമുക്ക് അല്പമൊക്കെ സംസാരിക്കുവാനുള്ളത്. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മോഹമെന്നിൽ ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് ഈ കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരുമായ ഈ അധ്യാപകർ ഇന്നും പ്രസക്തമായി വരുന്നത്? അവരെന്തൊക്കെയാണ് ചെയ്തത് കേരള ഗ്രാമങ്ങളിൽ? അവരുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം ആരോടായിരുന്നു? അവർ എത്രമാത്രം തങ്ങളുടെ അർപ്പണബോധത്തിൽ കർത്തവ്യനിരതരായി നിലനിന്നു? അവരുടെ പ്രവർത്തനത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരെല്ലാമായി മാറി പിന്നീട്? എന്തുകൊണ്ട് കേരള ഗ്രാമം ഇപ്പോഴും അവരെ ആലോചിക്കണം, ചിന്തിക്കണം, അവരെ കുറിച്ച് കൃതജ്ഞതാബദ്ധരാവണം? ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ആത്മാർത്ഥമായ അറിവുണ്ടല്ലോ, അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഈ ലഘു പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. അത് നമുക്ക് അടുത്തൊരു പ്രഭാഷണം മുതലാവാം. കേൾക്കാൻ വരണേ. ഇന്നത്തെ പ്രഭാഷണം കേട്ടവർക്ക് നന്ദി. ഇനി വരാനിരിക്കുന്ന പ്രഭാഷണത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നമസ്കാരം.